നിങ്ങൾ എല്ലാവരും മുമ്പ് വെച്ച് പറഞ്ഞു നാളെ ഒരു കുഞ്ഞ് ചൈൽഡ് അബ്യൂസിന് വരും, അന്ന് നിങ്ങൾ എൻ്റെ മുമ്പ് ക്യാമറ തൂക്കിയിട്ട് വരരുത് തന്നെ. കമ്മിറ്റി റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. മലയാള സിനിമ ഇപ്പോൾ കാണുന്നത്, ജനങ്ങളെല്ലാവരും കാണുന്നത് താരങ്ങളെയൊക്കെ പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ടുള്ളൊരു വേട്ടയാടലാണ് പല നടന്മാർക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. അതെ, ബാലചേട്ടന് അമ്മയിലൊരു മെമ്പറാണ്, എന്താണ് സംസാരിക്കാനുള്ളത്? ഇത് അമ്മയ്ക്ക് അമ്മ എന്ന് പറയുന്ന അസോസിയേഷന് കുറ്റപ്പെടുത്തുന്ന കാര്യമല്ല ഹേമ കമ്മീഷൻ എന്ന് പറയുന്നത്. അമ്മ ഈസ് ആൻ അസോസിയേഷൻ ഫോർ ആക്ടേഴ്സ്. കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അന്തസ്ഥായിട്ട് പൈസ ഉണ്ടാക്കുന്ന ഒരു പ്രൊഫഷനാണ് ആക്ടിങ്. അതിൻ്റെ അസോസിയേഷനാണ് അമ്മ. அந்த അസോസിയേഷനുക്കും ഇതുക്കും അല്ല വഴക്ക്, വ്യക്തികളുമായിട്ടാണ് പ്രശ്നം. ഇതിൽ രണ്ട് കാര്യമുണ്ട്. അമ്മ അസോസിയേഷനിൽ ആണുങ്ങളുമുണ്ട്, പെണ്ണുകളുമുണ്ട്. ആണുങ്ങൾ മാത്രമല്ല, പെണ്ണുകളുമുണ്ട്. ഇപ്പോൾ ആണുങ്ങളിവിടെ നിൽക്കുമോ പെണ്ണുങ്ങളിവിടെ നിൽക്കുമോ എന്ന് ബാലെടുത്ത് ചോദിച്ചാൽ ഞാൻ ന്യായത്തോടെ നിൽക്കും. ഒരു പെണ്ണ് ഒരു നടനുடைய പ്രശസ്തിയും കാശുക്കാக ஃபால்ஸ் கேஸ் கொடுத்து காசினை வேண்டி சதிக்குவாണെങ്കിൽ ആ പെണ്ണുക്ക് ശിക്ഷ കിട്ടണം. അതേപോലെ ഒരു ആൺ കാമവെറിക്കാக പെണ്ണിന് സെക്ഷുവൽ അബ്യൂസ് ചെയ്താൽ, ചൈൽഡ് അബ്യൂസ് ചെയ്താൽ അവനുക്ക് തീർച്ചയായിട്ട് ശിക്ഷ കൊടുക്കണം. എനിക്ക് അപ്സെറ്റുള്ള കാര്യം ഞാൻ പറയാം, എനിക്ക് സങ്കടമുള്ള കാര്യം ഞാൻ പറയാം. ഹേമ കമ്മീഷനുക്ക് മുമ്പേ കുറേ കേസ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കുറേ സെലിബ്രിറ്റീസോടെ പേര് പുറത്തു വന്നിട്ടുണ്ട്. കുറേ കേസുകൾ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ഉണ്ട്. പേരൊക്കെ ഇവിടെ വച്ചിരിക്കുന്ന എല്ലാ ചാനലുക്കും എല്ലാ സെലിബ്രിറ്റി പേരും അറിയാം. ഞാൻ ചോദിച്ചാൽ പോലും നിങ്ങൾക്ക് പറയാൻ മടിയാണ്. പക്ഷേ ഇപ്പോൾ ഹേമ റിപ്പോർട്ട് മാത്രം പുറത്ത് ലിസ്റ്റ് കൊടുന്ന് ചോദിക്കുന്നത് എന്ത് ന്യായം? നിങ്ങൾക്ക് പോലും, ചോദിക്കുന്ന ആളുകൾക്ക് പോലും അറിയുന്ന ഒരു ഉത്തരം തുറന്നു പറയാൻ മടിക്കുകയാണ്. പക്ഷേ ബാല എന്ന് പറയുന്ന വ്യക്തി ഇതുവരെ മറച്ചു വച്ചിട്ടില്ല. ഞാൻ ഡയറിംഗ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്, അതിൻ്റെ ഡാമേജും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ അറിവ് കൊണ്ടല്ല സംസാരിക്കുന്നത്, എൻ്റെ അനുഭവം കൊണ്ടാണ് സംസാരിക്കുന്നത്. ഞാൻ കണ്ട്, ഞാൻ അനുഭവിച്ച്, എൻ്റെ കുടുംബം വരെ ഞാൻ അത്രയും നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ ചില പേര് കാരണം. എൻ്റെ കേസല്ല, വേറെ കേസിൽ അവർ പേരൊക്കെ വന്നിട്ടുണ്ട്. എന്തെങ്കിലും സംഭവിച്ചോ? നിലവിലുള്ള കേസിക്കേ ഒരു വിധിയുമായിട്ടില്ല. അത് കഴിഞ്ഞ് ഹേമ കമ്മീഷൻ വന്നു. ഹേമ കമ്മീഷന് വേണ്ടി വിശ്വസിച്ചിരിക്കുന്ന ഒത്തിരി നടികളൊക്കെ ഉണ്ട്. അവർക്കൊരു പ്രതീക്ഷ ഉണ്ടാവും. ഇതൊക്കെ വന്നാൽ എത്ര പേര് സത്യസന്ധമായിട്ട് എത്ര പേരുണ്ടാവും അതിനകത്ത്? അവർ ഒരു ശിക്ഷ കിട്ടണമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് 5 വർഷം ഇതിൻ്റെ പുറകിൽ നടന്നത്, 5 കൊല്ലം ഇതിൻ്റെ പുറകിൽ നടന്നത്. പക്ഷേ നിയമപ്രകാരം അങ്ങനെ ഉണ്ടോ? തെറ്റിദ്ധരിപ്പിച്ചതാണോ അവരെ? ഇനി അവർക്കൊരു ഡിസപ്പോയിൻമെൻറ്റ് വരില്ലേ? ഇതിൽ ക്രൈം കേസ് ഉണ്ടോ? ശരി, ക്രൈം കേസ് ആയാൽ ഇതിന് ശിക്ഷ ഉണ്ടോ? ഡിജിറ്റൽ എവിഡൻസ് ഉണ്ടോ? അങ്ങനെ ഡിജിറ്റൽ എവിഡൻസ് ഇരുന്നാൽ ഇപ്പോൾ കോടതി അത് എടുക്കുമോ? ഇത്രയും സംശയങ്ങളുണ്ട്. പിന്നെ എന്തിനാ 5 വർഷം നടത്തിയത്? എന്തിനാ 1 കോടി രൂപ ചിലവാക്കിയത്? പേര് പുറത്തിടാനാ? പേരേ പുറത്തു വരാതെ ചില ചാനലിലെല്ലാം മോഹൻലാൽ, മമ്മൂട്ടി, സിദ്ദിഖ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇത്തരം വലിയ താരങ്ങൾ മാത്രം ഇല്ല. എങ്ങനെ നിങ്ങൾ റിപ്പോർട്ട് കണ്ടോ? ചുമ്മാ കാണാതെ വന്നതല്ലേ. ഫസ്റ്റ് இந்த ஆட்டிடியூடை மாற்றுங்கப்பா. நீங்கள் எல்லோரும் குறைச்சி திருந்தணும். கொஞ்சமெങ്കിലും இந்த பப்ளிசிட்டி இதெல்லாம் மாற்றி வச்சுட்டு மனுஷத்துவம் நோக்கணும். அந்த ரிப்போர்ட்டில் இருக்குന്ന വ്യക്തി ഒരു പേരാണെങ്കിൽ அந்த ഒരു പേര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ മാത്രം അറ്റാക്ക് ചെയ്യുക. அதை விட்டுட்டு പ്രശസ്തിയുള്ള മോഹൻലാലുടെ പേരെടുത്ത് പറയാണ്. അത് പറഞ്ഞാൽ ഒരു ന്യൂസ് ആകും. ஏப்பா ஒரு லாஜிக் எடுத்துக்கோங்க. ரஜினிகாந்துக்கோ மோகன்லாலுக்கோ இங்கே சினிமா இண்டஸ்ட்ரியில் செக்ஸ் வைக்கணுங்கிற அவசியம் உண்டோ? ஷாருக் கானுக்கு உண்டோ? അങ്ങനെ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇங்கே കഷ്ടപ്പെടണം? പ്രശസ്തി இருக்குது, ഓൺ ഫ്ലൈറ്റ് இருக்குது, ജെറ്റ് இருக்குது, പോയിടലാമേ ഫോറിൻക്ക്. ബാലചേട്ടാ, എങ്കിൽ പോലും നമ്മുടെ ഈ കുറച്ച് കാലങ്ങളിലായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ കേസ് വന്ന പ്രതികൾ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ജനങ്ങൾ കാണാത്തതായിട്ടുള്ള ആളുകളെ മുൻനിർത്തി സംസാരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം കണ്ട പ്രതികൾ എന്ത് ചെയ്തു?
ജനങ്ങൾ കണ്ട പ്രതികൾക്ക് ശിക്ഷ കിട്ടിയോ? എന്ത് ചെയ്തു? ഒരു പിണ്ണാക്കും നടന്നില്ല. ഒരു കാര്യം മനസാക്ഷിയോടെ കേള്. ஒரு பெண்ணு வந்துட்டு திறந்து പറയുകയാണെങ്കിൽ എത്ര ധൈര്യം വേണമെന്നറിയോ? உங்கள் வீட்டிலே உங்கள் சிஸ்டர் வந்து திறந்து പറയുകയാണെങ്കിൽ என்ன ஒருத்தர் ரேப் பண்ணிட்டான்னு என் சிஸ்டர் வந்து പറയുകയാണെങ്കിൽ அது പുറത്ത് പറയുകയാണെങ്കിൽ ஒரு ചേട്ടനുക്കും ഒരു അമ്മയ്ക്കും ഒരു 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 ഹസ്ബൻഡുക്കും എന്തൊക്കെ ഒരു ധൈര്യം വരണമെന്നറിയോ? എന്നിട്ടും ഓക്കെ அந்த வேதனையில் நான் திறந்து പറയുன்னு வச்சுட்டு எவிடன்ஸும் கொடுத்து കഴിഞ്ഞിട്ടും நீங்கள் வந்து சிக்ஷை நிலவில் கொண்டு வரணுമില്ല. അവരാണ് ശിക്ഷ പിന്നെ അനുഭവിക്കുന്നത്. കാരണം ഇത്രയും കാലം നീട്ടിக்கிற கோர்ட்டு கேஸுன்னு போட்டு 5 வருஷம் 6 வருஷம் 8 வருஷம் அந்த 8 வருஷமும் ஒரு பிரதீட்சையில் இருப்பேன். கடைசியில் എന്ത് നടക്കുന്നു? തെളിവില്ല. ഇല്ലെങ്കിൽ അവരെന്തായാലും മടുത്തു പോയി മനസ്സ് ചത്തുപോയി. വേണ്ട, ഇത്രയും കാലം നമുക്ക് നഷ്ടപ്പെട്ടു, നമുക്ക് മുമ്പോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് പോവും. സത്യത്തിൽ ചേട്ടാ, ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്ന ഈ സംഭവം വരാൻ തന്നെ കാരണം നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ടാണ്. അതിന് ശേഷമാണ് ഇത് ഇങ്ങനൊരു ഇപ്പം നടി ആക്രമിക്കപ്പെട്ട കേസെന്ന് പറഞ്ഞാൽ കേരളമൊക്കെ ഞെട്ടിച്ച ഒരു കേസല്ലേ പറയുന്നത്. എത്ര കൊല്ലമായി? അതിപ്പോൾ ഒരു 3-4 കൊല്ലം. 3-4 കൊല്ലം അല്ലേ? നീ മണ്ടൻ, അതുകൊണ്ടാണ്. നിങ്ങളുടെ വിചാരത്തിൽ എന്താ 3-4 കൊല്ലംனாலும் அது பெரிய സമയംதான். ആക്ച്വലി നിങ്ങളുടെ വിചാരണ 7 കൊല്ലമായി. നീ തന്നെ ചോദിക്കുന്ന ചോദ്യത്തിലേ തെറ്റുണ്ട്. 3-4 കൊല്ലംங்கிற. അപ്പോൾ ബാക്കി 3 കൊല്ലം 4 കൊല്ലം എവിടെ പോയി? അസാൾട്ടാ. എതുക്കും റിലേഷൻ ഇല്ലപ്പാ. സത്യം എന്ന് പറയുന്നത് പുറത്ത് വരും, എപ്പോഴെങ്കിലും പുറത്ത് വരും. എൻ്റെ ഒരു ആതങ്കം എന്നാ, സത്യം പുറത്ത് വന്നാലും ஏன் நியமம் நடுவில் வரணும்ல? வராது. நான் அனுபவிச்சதை சொல்கிறேன். நான் ஒரு கேஸுக்கு போகிறேன், நான் அனுபவிச்சதை சொல்கிறேன். எனக்கு முன்பே இதான விதிங்கிறது எனக்கு அறிவு உണ്ടെങ്കിൽ ஆதித்த ദിവസமே நான் செட்டில்மெண்ட்டுக்கு போயிருப்பேன். எப்படி? ഫസ്റ്റ് ഡേവേ ഞാൻ സെറ്റിൽമെൻറ്റ് പോയിരുப்பேன். എൻ്റെ പ്രതീക്ഷ ഓക്കെ, എൻ്റെ മകൾ, എൻ്റെ ജീവൻ. ഞാൻ ഒരു വട്ടിനെ പോലെ പ്രാന്തനെ പോലെ 6 കൊല്ലം എല്ലാ നിയമത്തെയും മുമ്പ് വെച്ച് വഴക്കിട്ടതാണ്. അവസാനം ഇതാണ് നിയമം വീണാൽ ആദ്യത്തെ ദിവസമേ വിധിച്ചതാണ്. നിയമം അങ്ങനെയാണ്, നിയമം അങ്ങനെയാണ്. അച്ഛനൊക്കെ കിട്ടത്തില്ല. അതൊക്കെ നിങ്ങൾ സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ചാലേ അത് അറിയുള്ളൂ. ഞാൻ ഇവിടെ ഇருந்து എത്ര പറഞ്ഞാലും നിങ്ങൾക്കത് മനസ്സിലാവില്ല. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു 6-8 കൊല്ലം നഷ്ടപ്പെട്ടു. ഈ 8 കൊല്ലത്തിനിടയ്ക്ക് എൻ്റെ അച്ഛനമ്മ ഞാൻ പോയി കണ്ടതേ കുറച്ച് സമയമാണ്. എൻ്റെ ബന്ധുക്കളെടുത്ത് ഞാൻ അകന്നുപോയി. എൻ്റെ സിനിമ കരിയറിലേണ്ട് എനിക്ക് വീഴ്ചയായി. എൻ്റെ കാശ് പോയി. ഫിനാൻഷ്യലി ഞാൻ തകർന്നിരുന്നു, മാനസികമായിട്ട് തകർന്നിരുന്നു. മദ്യപാനം കുടിച്ചിരുന്നു മനസമാധാനത്തിന് വേണ്ടി. ഉറങ്ങാൻ പറ്റാതെ ഉറക്ക ഗുളികൾ കഴിച്ചിരുന്നു. മകളെ ഓർത്ത് ദിവസം ഞാൻ കരഞ്ഞിരുന്നു. പ്രതീക്ഷ ഒരു ദിവസം എൻ്റെ മകൾ എനിക്ക് കിട്ടുമെന്ന്. ആ പ്രതീക്ഷ എനിക്ക് നഷ്ടപ്പെട്ടുമ്പോൾ ജീവിതത്തോട് എനിക്ക് ഇഷ്ടക്കേട് വന്നു പോയി. ആ നഷ്ടപ്പെടൽ ഇവിടെ ആത്മാർത്ഥമായിട്ട് സത്യം പറയുന്ന സ്ത്രീകൾക്കും സംഭവിക്കാൻ പോകുന്നതാണ് പറയുന്നത്. ഈ കേസ് കൊടുത്തിട്ട് ഒരു ശിക്ഷയും കിട്ടാൻ പോകുന്നില്ല. പേര് പുറത്തു വരും. യെസ്, അവയർനെസ് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അവയർനെസ് ഉണ്ട്. ഇനി ആരെങ്കിലും തെറ്റ് ചെയ്താൽ പേടിക്കും. തെറ്റ് ചെയ്യുന്ന മുമ്പേ അവർ പേടിക്കും. മനസ്സിലായില്ലേ? പക്ഷെ അതിൻ്റെ കൂടുതൽ പ്രതീക്ഷ വേണ്ട. ഇല്ല ഇവിടെ. ഇതിപ്പോൾ അവർ കേൾക്കുമ്പോൾ ദേഷ്യം വരല്ലേ? കേൾക്കുന്ന എല്ലാ കൈകാര്യം ചെയ്യുന്നവർക്ക് ദേഷ്യം വരട്ടേണ്ട. ഇത് ഇങ്ങനെ വാല പറഞ്ഞു ഇല്ല, ഒരാളെങ്കിലും ഇത് മാറ്റാൻ വന്നാൽ അയാളെ ഹീറോന്ന് വെച്ചിട്ട് ഞാൻ സല്യൂട്ട് ചെയ്യാം. അതേപോലെ ഈ സിനിമയിൽ ചൈൽഡ് അബ്യൂസ് നടക്കുന്നുണ്ടെന്ന് ഇതിനു മുൻപേ പറഞ്ഞിട്ടുള്ള ഏക ഒരു നടൻ ബാലചേട്ടനാണ്. ഇപ്പൊ ഈ വന്ന റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാലും അതിലും അതിനെപ്പറ്റി പറയുന്നുണ്ട്. കറക്റ്റ് ഞാൻ சொல்கிறேன். എന്നാണെന്നറിയോ? നിങ്ങൾ എല്ലാവരും വിളിച്ചു വരുത്തിയ കഴിഞ്ഞ കൊല്ലം 2023 ഡിസംബർ 19 നോർത്ത് 7 ഹോട്ടലിൽ, ഇത് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് പറയണം. ഡിസംബർ 19 2023 നോർത്ത് 7 ഹോട്ടലിൽ നിങ്ങൾ എല്ലാവരും മുമ്പ് വെച്ച് പറഞ്ഞു, നാളെ ഒരു കുഞ്ഞ് ചൈൽഡ് അബ്യൂസിന് വരും. അന്ന് നിങ്ങൾ എൻ്റെ മുമ്പ് ക്യാമറ തൂക്കിയിട്ട് വരരുതെന്നെ.
எடுத்துப்பார், கட் பண்ணி போடுங்க. இப்போ நான் சொல்கிறத கட் பண்ணி போடுங்க. கேமரா தூக்கிட்டு வந்துட்டீங்க, பட் நான் இப்போ இன்டர்வியூ கொடுக்குறேன் சொன்னேன்னா இல்லையா? நான் പറഞ്ഞோ இல்லையோ? இதே போலையான வேறு ஒரு கேஸில் நான் தோக்கு எடுத்துகிட்டு போகிறேன்னு சொன்னீங்க. ஆனால் 8-10 மாதத்துக்கு அப்புறம் இந்திய நாட்டையே அவன் இன்சல்ட் பண்ணிட்டான். நம்ம பிரியப்பட்ட மோகன்லால் சார் எல்லாம் பார்த்தீங்களா இல்லையா? இப்போ ஹேமா கமிஷன் இதுக்கும் நான் சொல்கிறேன், ഹേമ കമ്മീഷൻ തെറ്റായിട്ട് ഒരിക്കലും പറയുന്നില്ല, നല്ല കാര്യമാണ്. പക്ഷേ ഐ എം അപ്സെറ്റ് വിത്ത് ദ ലോ. അല്ല, എന്തുകൊണ്ടായിരിക്കും ഇത്ര 4 കൊല്ലം എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു താമസം ഉണ്ടാവാൻ കാരണം ഉണ്ടായി? ആയിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു? അല്ല, കുറച്ചും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ മറ്റേ പറഞ്ഞിരുന്നു, പല ആൾക്കാരുടെ ജീവിതം മാറിയായിരുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. ഇല്ല, ഇപ്പോൾ ലാഗ് பண்ணாதான், ലാഗിങ് தான் அது. അത് ലാഗ് ചെയ്ത ലാഗ് ആരെങ്കിലും ശരി വേണ്ട മടുത്ത് പോവില്ലേ? അവരങ്ങനെ വിട്ടുകൊടുത്തില്ല, അവർ ഫൈറ്റ് ചെയ്തു. അപ്പോൾ ഏതെങ്കിലും ഒരു ചില കാര്യങ്ങൾ സത്യമായിരിക്കും, ബാക്കി എല്ലാத்தையும் സത്യമായിട്ട് എടുക്കാൻ പറ്റില്ല. വ്യക്തിപരമായിട്ട് ചില റിവെഞ്ചിക്ക് വേണ്ടിയും അലിഗേഷൻസ് തരുന്ന ആളുകളുണ്ട്. വ്യക്തിപരമായിട്ട് நான் இவன் அட்டாக் பண்ணி ஆகணுன்ட்டு ஒரு ஸ்திரீ விசாரித்தால் എന്തും ചെയ്യാൻ പറ്റും, എന്തും ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് സ്ത്രീ, ആണുകൾ കൂടെ അല്ല. അപ്പോൾ നമ്മൾ ഏത് സത്യമോ അതിൽ നിൽക്കണമെന്നാണ് പറയുന്നത്. ഈ ലാഗാകുമ്പോൾ നീ ചോദിച്ചല്ലോ, ഇപ്പോൾ ചൈൽഡ് അബ്യൂസ് ഇല്ല, അവർ അമ്മുമ്മ ആവുന്ന വരെ, அந்த ചൈൽഡ് ആ കുഞ്ഞ് അമ്മുമ്മ ആവുന്ന വരെ നിയമം വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് കല്യാണം കഴിക്കണ്ടേ, കുട്ടികളുണ്ടാവണ്ടേ, കുടുംബത്തോടാണ് കോടതിക്ക് പോവേണ്ടത്. 16 വയസ്സിൽ ഒരു പെണ്ണിനെ പീഡിപ്പിച്ചു, 25-26 വയസ്സിൽ പോയി കോടതിയിൽ പോയിട്ട് ഭർത്താവും കുഞ്ഞുമായിട്ട് പോയി നിൽക്കുവോ? വാ നമുക്ക് കുടുംബ കോടതിക്ക് പോയിട്ട് റേപ്പിനെ കുറിച്ച് സംസാരിക്കാൻ പോയി നിൽക്കുവോ? ഇതാണോ നിയമം? കറക്റ്റായില്ലേ? ഞാൻ കേൾക്കുന്നത് ലാജിക്കായില്ലേ? ഈ സിനിമാ മേഖലയിലുള്ളവരൊന്നും ഇതിനെപ്പറ്റി ഇത് സിനിമാ മേഖലയിൽ ഉള്ളവരെല്ലാം പറയേണ്ട ആവശ്യമില്ല. സാധാരണക്കാരൻ, என் வீட்டில் இருக்கிற வாட்ச்மேன் கூட தெரியும். എൻ്റെ വീട്ടിൽ എനിക്ക് കുക്ക് ചെയ്യുന്ന രഞ്ജിനി ചേച്ചി ഉണ്ട്, അവർ കൂടെ ഇന്നലെ സംസാരിച്ച് അവരോട് മനസ്സുകൊണ്ട് പറയുന്നു, അവരും ഒരു സ്ത്രീയാണ്. വീട്ടിലുള്ളവർക്ക് സാധാരണ മനുഷ്യന്മാർക്ക് അറിയാം. പിന്നെ നാട്ടുകാർ അറിയില്ലെന്നാണ് വിചാരം നിങ്ങൾക്ക്? இதுக்கு வேணும் சயின்டிஸ்ட் வேணுமா? நான் உன்னை குத்திட்டேன்பா, கத்தி வச்சு குத்திட்டேன்பா, 1 மாதம் நீ ரிவெஞ்சோடு இருப்ப, 10 கொள்ள இருப்பியா? இருக்க மாட்டேன். நீ அப்புறம் உனக்கு அப்ராடில் போகிற, ஃபாரினில் ட்ரிப்பு வந்துருச்சு, இல்லை பாலா கத்தி வச்சு குத்திட்டாரு, நான் அமெரிக்கா போக மாட்டேன்னு இருப்பியா? നീ നിൻ്റെ ജീവിതം നോക്കിയിട്ട് പോകും. ക്രൈം വിൽ ഓൾവേസ് ബി എ ക്രൈം. പലച്ചിട്ട് ഈ അമ്മ സംഘടനയിൽ ഒരു മാഫിയ ഉണ്ടെന്നാണ് പറയുന്നത്. 15 പവർ ഗ്രൂപ്പ് എന്നുള്ള രീതിയിലാണ് സമൂഹ മാധ്യമങ്ങളിൽ അടക്കം സംസാരിക്കുന്ന ഒരു കാര്യം. അപ്പൊ എന്തുകൊണ്ടായിരിക്കാം അത്തരത്തിലേക്ക് ചാനലുകാരടക്കം ഇത്തരം ആളുകളുണ്ട്? എനിക്ക് அந்த பவர் குரூப், பவர் பேங்க் அதை பற்றிலாம் தெரியாது, எனக்கு അറിയില്ല. ഞാൻ ബാല വായ തുറന്ന് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് അറിയുന്ന കാര്യമേ ഞാൻ പറയുള്ളൂ. പക്ഷേ ഞാൻ പണ്ട് കണ്ട ഒരു കാര്യം പറയാൻ, ഞാൻ കണ്ട ഒരു കാര്യം, അത് അമ്മ അസോസിയേഷൻ അല്ല, ഇറ്റ്സ് ആൻ അസോസിയേഷൻ. ഞാൻ കണ്ട കാര്യമേ പറയുള്ളൂ. ഫിലിം അസോസിയേഷൻ, അസോസിയേഷൻ പേര് ഇപ്പോൾ പറയുന്നില്ല. ഒരു വ്യക്തിയെ അങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ പാടില്ലെന്ന് ഇല്ലീഗൽ നോട്ടീസ് എല്ലാ സിൻസ് ഐ എം എ പ്രൊഡ്യൂസർ എനിക്കും വന്നായിരുന്നു. ബട്ട് അദ്ദേഹം അതിനെക്കുറിച്ച് കെയർ ചെയ്തില്ല. തമിഴ് ഇൻഡസ്ട്രി പോയി, തെലുങ്ക് ഇൻഡസ്ട്രി പോയി, ഹിന്ദി ഇൻഡസ്ട്രി പോയി, ഇപ്പോൾ നാഷണൽ അവാർഡും കിട്ടി. അതുപോലെ കുറേ പേരുണ്ട്. അതാണ് சொல்கிறேன், ஒரு ஆளுடைய வளர்ச்சியை யாருக்கும் தடுக்க முடியாது. അല്ല, ബാലചേട്ടന് പറഞ്ഞല്ലോ ഒരുപാട് മാറ്റി നിർത്തലുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബാലചേട്ടൻ്റെ രീതിയിൽ. ആമാ, കണ്ടിപ്പാണ് അത് പണ്ട്. അപ്പോൾ അന്നൊക്കെ ഇതൊക്കെ ഉണ്ടായപ്പോൾ ചേട്ടൻ്റെ അനുഭവം എങ്ങനെയായിരുന്നു? അന്ന് എൻ്റെ ഒരു മനസ്സിൽ സിനിമ വിட എൻ്റെ മകളായിരുന്നു വലിയ കാര്യം. എന്നെ തകർക്കണമെന്നുള്ള ഒരു കേസ് വിത്ഡ്രോ ചെയ്യണമെന്ന് വെച്ചിട്ടാണ് കുറേ പേര് ഇൻവോൾവായി. ஏன்னா சத்தியங்கள் പുറത്ത് വന്നാൽ എല്ലാവർക്കും ഡാമേജ്. അതുകൊണ്ടാണ് ചില എവിഡൻസ് ഞാൻ പുറത്ത് വിട്ടത്. ചിലപ്പോൾ ഒരു എത്തിക്കലി ചില കാര്യങ്ങൾ എന്നെ തന്നെ എനിക്ക് സമ്മതിക്കാൻ പറ്റില്ല. പക്ഷെ മകളെ മുമ്പ് വെച്ച് നോക്കുമ്പോൾ, അവരുടെ ഫ്യൂച്ചർ നോക്കുമ്പോൾ ഞാൻ அந்த വായ്സ് ക്ലിപ്പ് ഇട്ടുപോയി. സത്യം തന്നെയാണ്, പക്ഷെ അവർക്കും ഒരു കുടുംബമുണ്ട്, അവർ പറയുന്നത് സത്യമാണ്. ബട്ട് ഞാൻ പിന്നെ ഫീൽ ചെയ്തു, ബട്ട് அந்த வாய்ஸ் ക്ലിപ്പിൽ ക്ലിയർ ആക്കേ
அதுக்கப்புறம் தானே துபாய்க்கு ஓடினதெல்லாம். துபாய்க்கு ஓடிய கதையெல்லாம் பின்ன தானே. என்னாச்சு துபாய்க்கு ஓடிய கதை? ஜாலியாக இருக்காங்களே, எல்லோரும் ஜாலியாக இருப்பாங்கப்பா. இதே நான் கோபி சுந்தரை பற்றி ஓப்பனாக சொன்னேன். என்னாச்சு? ஜாலியாக இருக்காங்கப்பா, சூப்பராக இருப்பாங்க. அவங்களாம் பாருங்கள் ஜீவிதத்தில் நல்ல ரீதியில் அவன் மாதிரி ஜீவிக்கும். നമ്മളൊക്കെയാണ് പൊട്ടന്മാര്. ജനങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്ത് സംഭവിക്കാൻ പോകുന്നു? എന്ത് സംഭവിക്കാൻ പോകുന്നു? ജനങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്ത് സംഭവിക്കാൻ പോകുന്നു? ശരി, ഓക്കെ, ഞാൻ ഇപ്പം നല്ല സർട്ടിഫിക്കറ്റ് വാങ്ങിട്ട് എന്നിട്ട് ശിക്ഷ വേണ്ടേ? ശിക്ഷ கொடுக்கண்டே? ஒரு எக்ஸாம்பிள் வேண்டே? நீங்கள் வரீங்க, இப்போ இன்டர்வியூ எடுக்கிறீங்க, அடுத்து முல்லை பெரியார் விஷயம்னா அங்கே போயிடுவீங்க. இது எல்லோரும் மறந்துடுவாங்க. இதுக்கு முன்னாடி வயநாடு இருந்தது, அதுக்கு முன்னாடி அந்த லாரி இஷ்யூ இருந்தது. நியமங்கிறது மறதி. நியமம் நல்லவனுக்கு இல்லை, கெட்டவன் எஸ்கேப் ஆகணும் ஒரு வழி. அதுக்கான இந்த லேக் பீரியட் இது மாறணும். நான் வெகுமானப்பட்ட சுப்ரீம் கோர்ட்டோ, எங்கள் ஹைகோர்ட்டு, சுப்ரீம் கோர்ட்டு, எல்லா கோர்ட்டுக்கும் தெய்வத்துக்கூடயும் நான் கேட்டுக்கிறேன். உத்தரவில். தேங்க்யூ.